അയ്യങ്കുന്ന് പഞ്ചായത്തിൽ കോൺഗ്രസിന് ഏറ്റവും ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഭരണസമിതി അംഗങ്ങളായിരുന്ന 4 സഹകരണ സംഘങ്ങൾ പൊട്ടിത്തരികള തരിപ്പണമായി ഏതാണ്ട് 10-20 കോടി രൂപയോളം സാധാരണക്കാരായ ഡെപ്പോസിറ്റർമാർക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടത് കഴിഞ്ഞപ്പോൾ ഈ കോൺഗ്രസിന്റെ നേതൃത്വമുള്ള ഈ സഹകരണ സംഘങ്ങളുടെ വഴി ഈ നഷ്ടമുണ്ടായപ്പോൾ അവർക്ക് ഒരു ആശ്വാസവചനം പറയാൻ പോലും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മുമ്പോട്ട് വന്നിട്ടില്ല. അവിടെ അവർക്ക് വേണ്ടി ഒരു ധർണയോ സംഘടിപ്പിക്കുകയോ അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്ത ആം ആദ്മി പാർട്ടിയുടെ ആളുകളാണ് അവിടെ ധർണ സംഘടിപ്പിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത്തരം പാവപ്പെട്ട സ്കൂളിൽ നിന്നും പിരിഞ്ഞ മുഴുവൻ പൈസയും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾ ഉൾപ്പെടെയുണ്ട്. അപ്പൊ അത്തരം ആളുകളുടെ കാര്യത്തിന്റെ അകത്തോ നാട്ടിലെ പൊതുവിഷയങ്ങൾക്കകത്ത് വികസന കാര്യങ്ങൾക്കകത്തോ ഒരു തരത്തിലുള്ള നിലപാടുകളും കഴിഞ്ഞ 15 വർഷക്കാലമായി ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ളതിലേക്ക് നമുക്കൊന്നും ഇത് തുറന്നു പറയാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊന്നും നേരത്തെ തുറന്നു പറയാതിരുന്നത്. പാർട്ടി നമ്മുടെ ഈ പേരാവൂർ നിയോജകമണ്ഡലത്തിന്റെ വികസന രംഗത്ത് തികഞ്ഞ പരാജയമാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹം കുറച്ച് റോഡുകൾ റീബിൽഡ് കേരള, അതുപോലെ തന്നെ മലയോര ഹൈവേ, അതൊക്കെ ഗവൺമെന്റിന്റെ പ്രൊജക്ടുകളാണ്. അത്തരം 1-2 റോഡുകളൊക്കെ വന്നു എന്നത് ഒഴിച്ചാൽ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഞാൻ താലൂക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വികസനമായി പറയുന്നത്. എത്രയോ നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ സംസ്ഥാനത്തൊട്ടാകെ 12 താലൂക്കുകൾ കെ എം മാണി സാറും മുജാൻ സാറും കൂടി ആലോചിച്ച് പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ ഒരു ക്രെഡിറ്റാണ് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു നിൽക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്, അല്ലാതെ പുതുതായി ഒന്നും അദ്ദേഹത്തിന് പറയാനില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, പാല് കൊടുത്ത ആളുകളെ, അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയ ആളുകളെ ഏറ്റവും ശത്രുവായി കണ്ടുകൊണ്ട് കെ സുധാകരൻ എന്ന് പറയുന്ന മനുഷ്യനെ ഏറ്റവും ഉപദ്രവിച്ചത് ആരാണെന്ന് സുധാകരൻ തന്നെ മറ്റുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റേതായ ഒരു കത്ത് ഇവിടെ പുറത്തു വന്നല്ലോ. ഇന്നലെ പത്രസമ്മേളനത്തിൽ പാലം കടന്നാൽ കൂരാന എന്ന് പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകരോട് ഇന്നലെ ഇരുട്ടിൽ നിന്ന് അദ്ദേഹം തട്ടിക്കയറുന്ന വാർത്ത, അതിനെ സംബന്ധിച്ച് വന്ന കമന്റുകളൊക്കെ ഞാൻ കണ്ട ഒരാളാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ 1985 ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ അകത്ത് ഡയറക്ടറും അദ്ദേഹം പ്രസിഡന്റുമായി പ്രവർത്തിച്ച ഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ ഒപ്പെനിക്കറിയ അദ്ദേഹം ഇപ്പോൾ അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്ന ഒപ്പും നിങ്ങളൊന്ന് പരിശോധിക്കുക. ആ കത്തിലെ ഒപ്പും നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇത് സണ്ണി ജോസഫിന്റെ ഒപ്പ് തന്നെയാണെന്ന് ആ ഒപ്പ് വിദഗ്ധമായി പരിശോധിച്ചാൽ മനസ്സിലാവും എന്നുള്ളതാണ് എനിക്ക് ആ കാര്യത്തെ കുറിച്ച് പറയാം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാം.